നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ട് വെറ്ററന്മാർ, രണ്ട് ടീമുകളുടെയും ഐക്കണുകളാണ് അവർ. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രണ്ടുപേരും പരിക്കേറ്റ് കളി പൂർത്തിയാക്കാതെ കളിക്കളം വിട്ടു. രോഹിത് ശർമ്മ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കവെയാണ് കയറിപ്പോയത്. അദ്ദേഹം 13 പന്തിൽ നിന്ന് 2 ഫോറും 1 സിക്സറും അടക്കം 19 റൺസ് അടിച്ച് നിൽക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് അദ്ദേഹം കളിക്കളം വിട്ടു പോകുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം റിട്ടയർഡ് ഹേർട്ടാണെന്നുള്ളത് വ്യക്തമായിരുന്നു. അദ്ദേഹം മറ്റു ബാറ്ററോട് വരാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. എന്താണ് രോഹിത്തിന് പറ്റിയത്? ആരാധകർക്ക് ആശങ്കയാണ്, ആകാംക്ഷയാണ്. ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം അദ്ദേഹത്തിൻ്റെ മസിൽ ഇഷ്യൂസാണ് സംഭവിച്ചത്. ക്രാമ്പ് ഇഷ്യൂസ് വന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കളിക്കളം വിട്ടുപോയത്. ഒരു മത്സരമാകുമ്പോഴേക്കും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് തന്നെ വിചാരിക്കാം. ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വന്നാൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഏതായാലും അദ്ദേഹം അത്ര മികച്ച രൂപത്തിലല്ല ബാറ്റ് വീശിക്കൊണ്ടിരുന്നത്. വലിയൊരു സ്കോർ ചേസ് ചെയ്യുന്ന ഘട്ടമാണ്. 13 പന്തിൽ നിന്ന് 2 ഫോറും 1 സിക്സും അടക്കം 146.15 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 19 റൺസ് മാത്രമാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം റിട്ടയർഡ് ഹേർട്ടായിട്ട് കയറിപ്പോയി. അദ്ദേഹത്തിൽ നിന്ന് മികച്ചൊരു ഇന്നിങ്സ് അവർക്ക് ആവശ്യമായിരുന്നു. അത് സംഭവിച്ചില്ല. അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും കളിക്കളത്തിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് മികച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്തിരുന്നു. 38 പന്തിൽ 5 ഫോറും 1 സിക്സറും അടക്കം 50 റൺസ് അടിച്ചിരുന്നു. എന്നാൽ ഫീൽഡിൽ അദ്ദേഹം പിന്നീട് കയറിപ്പോയി. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ലഭ്യമാകുന്ന വിവരങ്ങൾ ആംഗിൾ ഇഷ്യൂസാണ്. ആംഗിൾ ഇഷ്യൂ കാരണമാണ് വിരാട് കോഹ്ലി കയറിപ്പോയത്. ഏതായാലും കളിയുടെ അവസാന ഘട്ടത്തിലൊക്കെ അദ്ദേഹം പ്രസന്നവദനായിട്ട് തന്നെയാണ് ഡഗൗട്ടിലൊക്കെ ഇരുന്നിരുന്നത്. അദ്ദേഹം തീർച്ചയായിട്ടും അടുത്ത മത്സരത്തിൽ ഉണ്ടാകും എന്ന് തന്നെ കരുതാം. ഈ രണ്ട് വെറ്ററന്മാർ രണ്ട് ടീമുകൾക്കും അവരുടെ ആരാധകർക്കും അത്രത്തോളം പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർക്ക് ഇഷ്യൂസ് ഒന്നും വരുത്തരുത് എന്ന പ്രാർത്ഥനയിലും പ്രത്യാശയിലുമാണ് ആരാധകർ. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.